ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഫാമിലി എന്ന മൂവിയാണ്. കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഇടയിലെല്ലാം തന്നെ വളരെ മാന്യനായ ഒരു വ്യക്തി. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ ഒരു ആട്ടുംതോലിട്ട ചെന്നായി ആണെങ്കിലോ? മൂവിയുടെ തുടക്കത്തിൽ തന്നെ നായകനായ സോണിയാണ് കാണിക്കുന്നത്. അവൻ തന്റെ അങ്കിളായ റോയിയുടെയും ജയയുടെയും മകനായ സുബിനെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോകുന്നു. തലേന്നൊരു സിനിമയ്ക്ക് പോയ ശേഷം സോണിയുടെ വീട്ടിൽ തന്നെയായിരുന്നു സുബിൻ. രാവിലെ സുബിനെ അവന്റെ വീട്ടിലാക്കിയ ശേഷം സോണി അവിടെ നിന്നും പോകുന്നു. വീട്ടിലേക്ക് കയറിയ സുബിനാകട്ടെ കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്ന് തന്റെ ചുണ്ടിലും കഴുത്തിലും എല്ലാം തന്നെ എന്തെങ്കിലും പാടുകൾ ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഈ കാണിക്കുന്നവരാണ് സോണിയുടെ അച്ഛനും അമ്മയും. സോണിയുടെ അച്ഛന്റെ സഹോദരി കന്യാസ്ത്രീയായിരുന്നു. സോണിയെ പറ്റിയാണ് അവർ ഈ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ BEd കഴിഞ്ഞിട്ടൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയും ഒന്നും ശരിയായിട്ടില്ല. ആ നാട്ടില് ഈയിടെയായിട്ട് പുലി ഇറങ്ങി നാട്ടിലുള്ള മൃഗങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. ആൾക്കാരെയും ശല്യം ചെയ്യാറുണ്ട്. പുലിയെ പിടിക്കാൻ നാട്ടുകാർ കുഴിച്ചിട്ട കുഴിയിൽ ഒരു പശു വീണിരിക്കുന്നു. ആ പശുവിനെ രക്ഷിക്കാൻ സോണി ഉൾപ്പെടെ എല്ലാവരും കൂടി. അവിടെ വെച്ച് സോണിയുടെ ഒരു നാട്ടുകാരൻ സോണിയോട് പറയുന്നുണ്ട്, നിങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ട്യൂഷൻ സെന്റർ പരിപാടി നിർത്തിയത് ശരിയായില്ല. എന്റെ മോള് ബാക്കി എല്ലാ വിഷയത്തിലും നന്നായിട്ട് പഠിക്കും, എന്നാൽ മാത്സിൽ ഇച്ചിരി വീക്കാ. അതുകൊണ്ട് നീയൊന്ന് വന്ന് സ്പെഷ്യൽ ട്യൂഷൻ എടുക്കണം. അത് ഞാൻ ശരിയാക്കിക്കൊള്ളാമെന്നാണ് സോണി പറയുന്നത്. അതേസമയം ആ നാട്ടിലെ തന്നെ മറ്റൊരു വീട് കാണിക്കുകയാണ്. ജോർജ് എന്നാളുടെ വീട്ടിലെ അയാളുടെ മകൾ നീതുവാകട്ടെ രാത്രി ആരും കാണാതെ ബാഗ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഒളിച്ചോടി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ സോണി തങ്ങളുടെ കുടുംബ വീട്ടിലേക്ക് വന്നിരിക്കുന്നതാണ്. അവന്റെ ഗ്രാൻഡ് ഫാദറും അവന്റെ ഏറ്റവും ഇളയ അങ്കിളും അവരുടെ വൈഫ് റാണിയും അവിടെ തന്നെയായിരുന്നു താമസം. അവന്റെ ഗ്രാൻഡ് ഫാദർ ആകട്ടെ അവനോട് ഇടയ്ക്കിടയ്ക്ക് പരിഭവം പറയാറുണ്ട്. താൻ മദ്യപിക്കാൻ റാണി അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അയാളുടെ ആരോഗ്യസ്ഥിതി കൊണ്ടല്ലേ റാണി ആന്റി ഇതൊന്നും സമ്മതിക്കാത്തതെന്ന് പറഞ്ഞിട്ട് അയാളെ ആശ്വസിപ്പിക്കാറാണ് സോണി ചെയ്യാറുള്ളത്. ആരെങ്കിലുമൊക്കെ കൊണ്ടുകൊടുക്കുന്ന കുപ്പി ചായപ്പിൽ കൊണ്ടുപോയി റാണി ഒളിപ്പിച്ചു വെക്കും. റാണി തന്റെ സഹോദരി ബാംഗ്ലൂരിൽ പോയി പഠിക്കുന്ന കാര്യത്തെ പറ്റി സോണിയോട് പറയുന്നുണ്ട്. എന്നാൽ തന്റെ ബന്ധുക്കാർക്കാർക്കും ഇത് ഇഷ്ടമല്ല എന്നും ബാംഗ്ലൂരിൽ പെൺകുട്ടികൾ പോയി പഠിച്ചു കഴിഞ്ഞാൽ ചീത്തയായി പോകുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ സോണി പറയുന്നുണ്ട് അവൾക്ക് ബാംഗ്ലൂരിൽ പോയി പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ അവൾ പോയി പഠിച്ചോട്ടെ എന്ന്. അവളെ നോക്കാനും അവൾക്ക് താമസിക്കാനും പറ്റിയ നല്ലൊരു കന്യാസ്ത്രീ മട ഏതെങ്കിലും സെറ്റാക്കാം. അതൊക്കെ ഞാൻ ഏറ്റുമെന്നാണ് സോണി പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും ഒരു സഹായിയായിരുന്നു സോണി. പിന്നീട് കാണിക്കുന്നത് നേരത്തെ ഒരാൾ പറഞ്ഞ പ്രകാരം അയാളുടെ വീട്ടിലെ കുട്ടിക്ക് മാത്സ് ക്ലാസ് എടുക്കാൻ വന്ന സോണിയാണ്. എന്നാൽ പഠിപ്പിക്കുന്നിടയ്ക്ക് കുട്ടി ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം തെറ്റായത് കാരണം ഇടയ്ക്ക് അവൻ കുട്ടിയെ ശാസിക്കുകയും കുട്ടിയുടെ അടുത്തേക്ക് കൈകൊണ്ടു പോകുന്നതായിട്ടും കാണിക്കുന്നു. ഇത്ര തവണ അവൻ പറഞ്ഞിട്ടും കുട്ടി വീണ്ടും വീണ്ടും തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറെ നേരത്തേക്ക് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. കുറച്ചു സമയത്തേക്ക് അവൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഇതിൽ നിന്നും സോണിയ പെൺകുട്ടിയോട് മോശമായ രീതിയിലാണ് പെരുമാറുന്നതെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. സോണി അവിടെ നിന്നും പോയി കഴിഞ്ഞിട്ട് രാത്രി പ്രാർത്ഥനയ്ക്കിരുന്ന പ്പോഴും ആ പെൺകുട്ടി മൂകയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ജോർജിന്റെ വീടാണ്. നേരത്തെ ഒളിച്ചോടിപ്പോയ നീതു എന്ന് പറയുന്ന പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി ആൾക്കാരെല്ലാം ചേർന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ടുവന്നിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ജോർജിന്റെ മനസ്സ് ആകെ താളം തെറ്റിയ നിലയിലാണ്. നീതു അടുത്ത് വന്നിരുന്നപ്പോൾ അയാൾ ദേഷ്യത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. നാട്ടുകാരെല്ലാം അയാളോട് പറയുന്നത് എന്തായാലും പെൺകുട്ടി ഇങ്ങ് തിരിച്ചു വന്നല്ലോ, അത് തന്നെ വളരെ സമാധാനം. എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ അറിവിലൊരു ഡോക്ടറുണ്ട്, ഇരുചെവി അറിയാതെ കാര്യം തീർത്തു തരും. ആൾക്കാരുടെ ഇത്തരത്തിലുള്ള സംസാരം അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. അതോടുകൂടി അയാളെ വിഷം കഴിച്ച ആത്മഹത്യ ചെയ്യുകയാണ്. സംഭവം അറിഞ്ഞ് നാട്ടുകാരെല്ലാം തന്നെ വീട്ടിലേക്ക് ഓടിയെത്തി. ആകെ 3 പെണ്ണുങ്ങൾ മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് ചെയ്തിരുന്നത് നാട്ടുകാരാണ്. ആ വീട്ടിലേക്ക് ചെന്ന് കയറാൻ നല്ലൊരു വഴി പോലും ഉണ്ടായിരുന്നില്ല. എല്ലാം കാട് കയറി കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സോണിയാകട്ടെ വീണ്ടും ട്യൂഷൻ പഠിപ്പിക്കാൻ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വന്നപ്പോ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ പെൺകുട്ടി അവന്റെ ബൈക്കിന്റെ ഒച്ച കേട്ടതും ഓടി കതകിന്റെ മറകിൽ ഒളിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും തന്നെ ആ മരിപ്പിൽ പങ്കെടുക്കാൻ പോയിരുന്നു. കുറെ നേരം സോണി അവിടെ നിന്ന് വിളിച്ചിട്ടും ആരും വാതിൽ തുറക്കാത്ത കാരണം അതുവഴി പോയ ഒരു സ്ത്രീയോട് ചോദിക്കുമ്പോൾ അവരെല്ലാം മരിപ്പിന് പോയി എന്നാണ് പറയുന്നത്. അവനെ പേടിച്ച് ആ പെൺകുട്ടി ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവൻ എത്രത്തോളം മോശമായിട്ടാണ് ആ പെൺകുട്ടിയോട് പെരുമാറിയിരിക്കുന്നതെന്ന്. പിന്നീട് കാണിക്കുന്നത് സോണിയാകട്ടെ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച സുബിൻ എന്ന് പറയുന്ന പയ്യന്റെ അച്ഛൻ റോയിയോട് സംസാരിക്കുന്നതാണ്. റോയ് സോണിയോട് പറയുന്നുണ്ട് ഈയിടെയായിട്ട് സുബിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന്. അവന്റെ സ്കൂളിൽ നിന്ന് തന്നെ വിളിപ്പിച്ചിരുന്നു. അവൻ സ്കൂളിലെ മുതിർന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് മോശമായിട്ട് എന്തോ സംസാരിച്ചു. പറയാൻ കൊള്ളാത്ത എന്തോ വൃത്തികേടാണെന്നാ ടീച്ചേഴ്സ് പറഞ്ഞത്. എന്നാൽ അവനോട് ചോദിച്ചിട്ട് അവനോട്ട് തുറന്നു പറയുന്നുമില്ല. നീ അവനോടൊന്ന് സംസാരിക്കുന്നത് നല്ലതാ. അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ അവനോട് സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്നാണ് സോണി പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് സോണിയുടെ വീടാണ്. സോണിയുടെ അനിയൻ നോബിയും ഈ സുബിനും അവിടെ ഇരുന്ന് ചെസ് കളിക്കുകയായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ നോബി അവിടെ നിന്നും പോയി. സോണിയെ കുറെ ആയിട്ടും കാണാതെ വിഷമിച്ചിരിക്കുകയാണ് സുബിൻ. സുബിൻ വന്ന് സോണിയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് സോണി ചേട്ടൻ എപ്പോ വരുമെന്ന്. അവനിപ്പോ തന്നെ വരുമെന്നാണ് അവർ പറയുന്നത്. ഈയിടെ സോണി ചേട്ടനെ അങ്ങനെ കാണാനേ കിട്ടാറില്ലല്ലോ, അന്ന് വീട്ടിൽ വന്ന് നിൽക്കാമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്തിട്ട് പിന്നെ വന്നതുമില്ല. സുബിൻ അങ്ങനെ പരാതി പറയുന്ന കേട്ടിട്ട് സോണിയുടെ അമ്മ പറയുന്നുണ്ട് അവൻ എപ്പോഴും തിരക്കാണെന്ന്.
സോണി അതേസമയം തന്റെ കൂട്ടുകാരുടെ അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ കൂട്ടുകാരോട് പറയുന്നുണ്ട് ആ നീതുവിന്റെ വീടിന്റെ കാര്യം കഷ്ടമാണെന്ന്. ആ പെങ്കുച്ച് ഒളിച്ചോടി പോയി. അത് കഴിഞ്ഞിട്ട് നാട്ടുകാർ അതും പറയുന്ന കേട്ടിട്ടാണ് ജോർജ് ഏട്ടൻ വിഷം കഴിച്ചത്. അവരുടെ അവസ്ഥ ഇത്രയും മോശമാണെന്ന് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. വീടിന്റെ അടുത്തോട്ട് പോകാൻ നല്ലൊരു വഴി പോലും ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ എവിടെയൊക്കെ പോയി വൃത്തിയാക്കി കൊടുക്കുന്നതല്ലേ, നമ്മുടെ സൺഡേയിലെ പരിപാടി അങ്ങോട്ടേക്കാക്കാമെന്ന്. കൂട്ടുകാർക്കും അത് സമ്മതമായിരുന്നു. മാത്രമല്ല നീതു ഒളിച്ചോടി പോയതിന്റെ കാര്യം അവർ സംസാരിക്കുന്നുണ്ട്. ആ പെൺകുട്ടി അങ്ങ് ദൂരെയുള്ള ഏതോ ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലായി ഒളിച്ചോടി പോയതാണ്. എന്നാൽ അവിടെ ചെന്നപ്പോഴറിയുന്നത് അവന് വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്ന്. ഇവർക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് പെങ്കൊച്ചിനെ കൈയോടെ പിടികൂടി ഇവിടെ കൊണ്ടുവന്നു. കുറെ കഴിയുമ്പോൾ സുബിനാകട്ടെ സോണിയുടെ മുറിയിൽ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. രാത്രി കുറച്ച് വൈകിയാണ് സോണി അവിടേക്ക് വരുന്നത്. സോണി വന്ന് കിടന്നതും സുബിനാകട്ടെ സോണിയോട് ചോദിക്കുന്നുണ്ട് ചേട്ടൻ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോന്ന്, ഈയിടെ എന്നോട് എന്താ എത്ര അകൽച്ച കാണിക്കുന്നതെന്ന്. എന്നാൽ സോണി തിരിച്ചു പറയുന്നത് നിന്റെ പെരുമാറ്റത്തിൽ ഇപ്പോൾ ഈയിടെയായിട്ട് ഒരുപാട് മാറ്റമുണ്ട്. ഈ സ്കൂളിൽ ഏതോ പെൺകുട്ടിയെടുത്ത് മോശമായിട്ട് പെരുമാറിയെന്നൊക്കെയാണല്ലോ നിന്റെ അച്ഛൻ പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അത്രയ്ക്ക് മോശമായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അവൻ പറയുന്നു. നിന്റെ ഈ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് സോണി പറയുന്നുണ്ട്. അങ്ങനെ കുറെ വഴക്കൊക്കെ പറഞ്ഞു കഴിയും സുബിൻ ഒരുപാട് വിഷമത്തോടെ തിരിഞ്ഞു കിടന്ന് കരയുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് പള്ളിയിൽ പോയി അച്ഛനോട് സംസാരിക്കുന്ന സോണിയാണ് നീതുവിന്റെ വീട്ടിന്റെ അടുത്തുള്ള വഴി വൃത്തിയാക്കുന്ന കാര്യം. അതിനിടയ്ക്ക് സോണിക്കൊരു ജോലി ശരിയായ കാര്യവും അവൻ പറയുന്നുണ്ട്. സ്കൂളിൽ അധ്യാപകനായിട്ടാണ്, അടുത്ത മാസം ജോയിൻ ചെയ്യണം. പിന്നീട് കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഈസ്റ്ററിന്റെ അന്ന് ഈ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് കുടുംബ വീട്ടിൽ ആഘോഷിക്കുന്നതാണ്. അതിനിടെ അതിലൊരാൾ കൊണ്ടുവന്ന ഒരു മദ്യക്കുപ്പി കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് ഫാദർ റാണിയോട് പറയുന്നുണ്ട് ഇതൊന്ന് കൊണ്ടുപോയി ചായപ്പിൽ വെക്കാൻ. അവള് ചായപ്പിലേക്ക് ചെല്ലുമ്പോഴാകട്ടെ പെട്ടെന്ന് ചായപ്പിനുള്ളിൽ നിന്നും സോണിയും അലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. സോണിയുടെ അച്ഛന്റെ സഹോദരന്റെ മകളായിരുന്നു അലീന. അവര് രണ്ടുപേരെയും അങ്ങനൊരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ റാണിയും ആകെ വല്ലാതെയായി. നിങ്ങളിവിടെ എന്തെടുക്കുകയാണ് ചോദിക്കുമ്പോൾ ഞങ്ങളിവിടെ വൈൻകുപ്പി അന്വേഷിക്കുകയായിരുന്നു എന്നാണ് സോണി പറയുന്നത്. അലീനയുടെ മുഖവും ആകെ വിളറിയിരുന്നു. പിറ്റേന്ന് ജയയോട് നടക്കാനിറങ്ങിയ റാണിയാകട്ടെ ജയയോട് ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു. ചേച്ചിക്ക് സോണിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നുന്നുണ്ടോ എന്ന്. അവൻ നമ്മുടെ വീട്ടിലെ കുട്ടികളോടെല്ലാം വളരെയധികം അടുപ്പം കാണിക്കുന്നുണ്ട്. അത് നേരത്തെ അങ്ങനെ തന്നെയാ, അല്ലാതെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ചായപ്പിൽ കണ്ട കാര്യത്തെ പറ്റി റാണി സംസാരിക്കുന്നു. അവിടെ എന്തോ മോശമായിട്ട് നടന്നിട്ടുണ്ടെന്നാണ് റാണിയുടെ ഡൗട്ട്. എന്നാൽ ജയ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും സോണി നല്ലവനാണെന്നും എല്ലാവരോടും വലിയ കാര്യത്തിലാ സംസാരിക്കുന്നതെന്നും അവനെ പറ്റി ഇന്നവർ ആരും ഒരു മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നാൽ ചായപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അലീനയുടെ മുഖത്ത് ഒരു വല്ലായ്മയുണ്ടായിരുന്നു. പിന്നീട് അവൾ എന്റെ മുഖത്ത് പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ജയ പറയുന്നത് അത് നിന്റെ തോന്നലായിരിക്കും എന്നാണ്. ഇതിനിപ്പോ ആരോടും പറയാൻ നിൽക്കണ്ട. പിന്നീട് കാണിക്കുന്നത് സോണി വന്ന് തന്റെ അനിയൻ നോബിയോട് സംസാരിക്കുന്നതാണ്. നീതുവിന്റെ വീട്ടിൽ വഴിവെട്ടാൻ ഞങ്ങൾ പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ എനിക്കെന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ പോകണമെന്നാണ് അവൻ പറയുന്നത്. നിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാന്ന് പറഞ്ഞതല്ലേ, പിന്നെ ആരുടെ കൂടെയാ പോകുന്നെന്ന് ചോദിക്കുമ്പോൾ തന്റെ കൂട്ടുകാരന്റെ കൂടെയാണെന്നാണ് നോബി പറയുന്നത്. എന്നാൽ നീ എന്റെ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കൊള്ളാൻ സോണി പറഞ്ഞെങ്കിലും നോബി പറയുന്നുണ്ട് അത് വേണ്ടാന്ന്. സോണിയോട് സംസാരിക്കാൻ പോലും നോബിക്ക് ഇഷ്ടമല്ലായിരുന്നു. വലിയ രീതിയിൽ തന്നെ സോണിയെ നോബി അവഗണിച്ചിരുന്നു. ഒരുപക്ഷെ സോണിയുടെ ക്യാരക്ടർ വ്യക്തമായി നോബിക്ക് മനസ്സിലായതുകൊണ്ടാകാം നോബി ഈ അകൽച്ച കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് നീതുവിന്റെ വീട്ടിലേക്കുള്ള വഴിയെല്ലാം വെട്ടുകയാണ്. ആ സമയത്ത് നീതുവിനോട് കാര്യമായിട്ട് സോണി സംസാരിക്കുന്നു. 41 ദിവസത്തെ ചടങ്ങുകൾ എന്തായെന്ന് ചോദിക്കുമ്പോൾ നീതു ഒന്നും തന്നെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. തനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല എന്നാണ് അവൾ പറയുന്നത്. ക്യാഷ് വല്ല ഒരുപ്പുണ്ടെന്ന് ചോദിക്കുമ്പോൾ ക്യാഷ് ആയിട്ട് വലുതായിട്ടൊന്നും ഇല്ലാന്ന് അവൾ പറയുന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊണ്ട് ചെയ്തോളാമെന്നാണ് സോണി പറയുന്നത്. അത് കേട്ടത് നീതുവിന് നല്ല ആശ്വാസമായി. സഹായിക്കാൻ സോണി ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം. പതിയെ പതിയെ സോണി അത് മുതലെടുക്കാൻ തുടങ്ങി. നീതുവിനെ കൊണ്ട് അടിക്ക് പുറത്തു പോകാനും തുടങ്ങി. നീതു പതിയെ പതിയെ സോണിയെ സ്നേഹിക്കാൻ ആരംഭിച്ചു. അവർക്കിടയിൽ ചെറിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങിയതോടുകൂടി ആളൊഴിഞ്ഞ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി അവളുടെ ശരീരത്തിൽ തൊടുകയും അവളെ ഉമ്മ വെക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയിരുന്നു സോണി. പിന്നീട് കാണിക്കുന്നത് സുബിൻ ഒരു പാട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സോണി സുബിന്റെ വീട്ടിൽ വരുന്നതും കുറെ നേരം കഴിഞ്ഞിട്ട് അവനെയും കൂട്ടി ഒരാളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതുമാണ്. കുടുംബത്തിലെ പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോ ഇല്ലാതെ സോണി എല്ലാവരെയും തന്നെ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. പിന്നീട് കാണിക്കുന്നത് സോണിയുടെ അച്ഛന്റെ സഹോദരിയായ കന്യാസ്ത്രീ ഇവിടേക്ക് വരുന്നതാണ്. സോണിയുടെ അച്ഛനെ കണ്ടിട്ട് സോണിക്ക് ഒരു കല്യാണാലോചനയുമായിട്ടാണ് അവര് വന്നിരുന്നത്. അതിനുശേഷം അവർ സോണിയും കാണുന്നുണ്ട്. അന്ന് രാത്രി അവിടെ വീട്ടിൽ നിൽക്കാതെ മഠത്തിൽ തങ്ങാനായിരുന്നു അവരുടെ പ്ലാൻ. സോണി അവരെയും കൂട്ടി മഠത്തിലേക്ക് പോകുന്ന വഴിക്ക് അവർ കാറിലിരുന്ന് അവനോട് സംസാരിക്കുന്നു. നമ്മുടെ പള്ളിയിൽ പുതിയൊരു അച്ഛൻ വന്നിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടുകഴിഞ്ഞാൽ മനസ്സിന് ഒരുപാട് ശാന്തത ലഭിക്കുമെന്നൊക്കെയാണ് ആ കന്യാസ്ത്രീ പറയുന്നത്. എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാപം എല്ലാം തന്നെ ഇല്ലാതെയാകും. ഇതുവരെ നിനക്ക് കുട്ടിക്കളിയായിരുന്നു, ഒരുപാട് തെറ്റുകൾ നീ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി ആ കുട്ടിക്കളി ഒന്നും തന്നെ പറ്റില്ല. നീ ബുദ്ധിയുള്ള ആളല്ലേ, അതുകൊണ്ട് ആ തെറ്റെല്ലാം തിരുത്തി മനസ്സോടെ വന്ന് നീ ആ പ്രാർത്ഥന കൂടണം. നീതുവിനെ സോണിയെ പറ്റിയൊക്കെ തന്നെ ഈ കന്യാസ്ത്രീ എങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഇവരാകട്ടെ അവരുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് കുടുംബ വീട്ടിലേക്ക് വന്നിരിക്കുന്നതാണ്. റാണിയോട് സംസാരിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ഈ കുടുംബം എന്ന് പറയുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും ഭർത്താവും അടങ്ങുന്നത് മാത്രമല്ലാന്ന്. ഇവിടെയും ചിലരുണ്ട്, ഇവിടെയും കുടുംബക്കാരുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും പറയണം. ഉറപ്പില്ലാത്ത കാര്യങ്ങൾ സ്ഥാപിക്കാനും ശ്രമിക്കരുത്. സോണിയെക്കുറിച്ച് നീ ഒരു പരാതി പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. ജയയുടെ മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു കൊണ്ട് ജയ എന്നെ വിളിച്ചു പറഞ്ഞത്. ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമില്ല. സോണിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. അവൻ എല്ലാവർക്കും മോനെ പോലെയാ. ഇന്നേ അവർ അവനെ കുറിച്ച് ആരും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. റാണി ഈ പറഞ്ഞ
പറഞ്ഞ കാര്യങ്ങള് അലീനയുടെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വന്തം മോളെ പറ്റി എന്തൊക്കെ വിചാരിക്കും? സ്വന്തം മോളായിരുന്നെങ്കിൽ റാണി ഇങ്ങനെയൊക്കെ പറയൂ? നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളർന്നു വരുന്നുണ്ടുള്ള കാര്യം ഓർക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. എല്ലാത്തിനും കാരണം ഈ വൈകുന്നേരത്തെ സീരിയലുകളാ. കൊന്ത ചൊല്ലുന്നതിന് പകരം സീരിയലും കണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ദുഷ്ട ചിന്തകളൊക്കെ വരും. അതും പറഞ്ഞിട്ട് അവൾക്കും അവളുടെ ഹസ്ബൻഡിനും വേണ്ടിയിട്ട് 2 കൊന്ത അവരുടെ കയ്യിലെടുത്ത് കൊടുക്കുകയാണ് അവർ. ഇവിടെ സോണിയോട് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ ആ നീതുവിനെ കൊണ്ട് കറങ്ങുന്ന കാര്യമൊക്കെ എനിക്കറിയാം, അത് അവസാനിപ്പിക്കുന്നതാ നല്ലത്. ആ ബന്ധം നമുക്ക് ചേർത്തുമില്ല, അതൊട്ട് ഞാൻ സമ്മതിക്കത്തുമില്ല. ആവശ്യമില്ലാത്ത നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. അത് കഴിഞ്ഞിട്ട് അയാളാകട്ടെ നീതുവിന്റെ വീട്ടിൽ പോയി സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല, ഇനി നിങ്ങളുടെ മകള് എന്റെ മകനെ കാണാൻ പാടില്ല എന്ന്. അവരത്രയും പറഞ്ഞിട്ട് പോയതും നീതുവിന്റെ അമ്മ അവളെ ഒരുപാട് തല്ലുന്നു. പിന്നീട് ഒരിടത്ത് വെച്ച് നീതുവും സോണിയും കാണുന്നുണ്ട്. ഞാൻ കാരണം സോണിക്ക് ഒരുപാട് പ്രശ്നങ്ങളായല്ലേ, എല്ലാവരും സോണിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയല്ലേ, എന്റെ ജീവിതം ഓൾറെഡി തന്നെ ഇങ്ങനെയാ, വെറുതെ എന്നെ സഹായിക്കാൻ വന്നിട്ട് തനിക്കും കൂടെ പേരുദോഷമായി. എന്നാൽ സോണി പറയുന്നുണ്ട്, ഞാനിപ്പോ ആകെ ബ്ലാങ്ക് ആയിട്ടുള്ള അവസ്ഥയിലാണെന്ന്. എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്റെ ഫ്യൂച്ചറിനെ പറ്റി, ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്ക് എന്താ ഏതാന്ന് പോലും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നീതുവിന്റെ മുൻപിൽ അവനൊരു വിക്ടിമിനെ പോലെ നിൽക്കുകയായിരുന്നു. നീതു കാരണം അവൻ എന്തൊക്കെയോ നഷ്ടപ്പെട്ടെന്നുള്ള രീതിയിലായിരുന്നു അവന്റെ സംസാരം. എന്തായാലും അവർ തമ്മിൽ പിരിയുമെന്ന് ഉറപ്പായി. അങ്ങനെ അവർ അവിടെ വെച്ച് പിരിയുന്നതിന് മുമ്പ് ഒന്നുകൂടി കെട്ടിപ്പിടിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സോണിയ അച്ഛന്റെ പ്രാർത്ഥനയെല്ലാം കേൾക്കാൻ പോകുന്നതാണ്. അതിനുശേഷം ആ കന്യാസ്ത്രീ കൊണ്ടുവന്ന ആലോചന പ്രകാരം ആ പെൺകുട്ടിയുടെ വീട്ടില് അവളെ പെണ്ണ് കാണാനും പോകുന്നു. അങ്ങനെ അവർ ആ വിവാഹം ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് സ്കൂളിൽ തന്റെ ജോലിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന സോണിയാണ് കാണിക്കുന്നത്. പുതിയ അധ്യാപകനെ ബാക്കി എല്ലാവരും കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തും കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് എവിടെ നിന്നോ മഴ പെയ്യാൻ ആരംഭിച്ചു. ആട്ടിൻകൂട്ടങ്ങൾക്കിടയിലെ ചെന്നായെ പോലെ കുട്ടികൾക്കിടയിൽ സോണി നിൽക്കുന്നു. സ്വന്തം കുടുംബത്തിലെ കൂടപ്പിറപ്പുകളോട് പോലും മോശമായിട്ട് പെരുമാറുന്ന ഈ സോണി ഈ കുട്ടികളോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഒരുപക്ഷെ പലരും കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നമ്മൾ ഈ മൂവിയിലൂടെ കാണുന്നത്. ആ പ്രായത്തിൽ ചിലപ്പോൾ അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് പോലും കുട്ടികൾക്കുണ്ടായിരിക്കില്ല. അവരെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നത് സ്വന്തം കുടുംബത്തിലെ തന്നെ അംഗങ്ങളാകാം. എന്നാൽ ഇതിനെതിരെ ഒരാൾ ശബ്ദമുയർത്താൻ ശ്രമിച്ചപ്പോഴാകട്ടെ അയാളുടെ പോലും വാടപ്പിച്ച് കളയുകയാണ് ആ കുടുംബത്തിലുള്ളവർ ചെയ്തത്. ഒരു തവണ പോലും അവൻ തെറ്റുകാരനാണോ, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അവർ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.